ഇന്ന് അമേരിക്ക മാത്രമല്ല ലോകം മുഴുവൻ പിതൃദിനം ഫാദേഴ്സ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Today, not only America, but all around the world, people are celebrating Father's Day. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ കേന്ദ്രത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നടത്തുന്ന ജീവിതം തന്നെ ഒരു വലിയ ആഘോഷമാണ്. A life that is centered on Christ and on the things of God is a life of celebration itself. അതുപോലെ നാം ദൈവത്തിന് കേന്ദ്രസ്ഥാനം നൽകി നടത്തുന്ന സന്തോഷ പ്രകടനങ്ങളാണ്, നന്ദി പ്രകാശനങ്ങളാണ് ഇതുപോലുള്ളതായ ഈ പ്രധാനപ്പെട്ടതായ ദിവസങ്ങൾ. Our life that is centered on Christ and on the things of God is evidenced through such moments of celebration and thanksgiving. മെയ് മാസം 2-ാം ഞായറാഴ്ച മാതൃദിനമായി ലോകം കൊണ്ടാടുകയുണ്ടായി. The second Sunday of May was celebrated as Mother's Day around the world. എല്ലാ വർഷവും ജൂൺ മാസം 3-ാം സൺഡേ, 3-ാമത്തെ ഞായറാഴ്ച പിതൃദിനമായും കൊണ്ടാടുകയാണ്. Every year, the third Sunday of June is celebrated as Father's Day. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ അമ്മമാരെയും അപ്പന്മാരെയും ഓർക്കാൻ കഴിയുന്നതും ദൈവത്തിന് നന്ദി കരയേറ്റുന്നതും സന്തോഷകരമായ കാര്യമാണ്. On such days, it is good to be reminded of our parents, our fathers and mothers, and to be thankful to God for them. പിതൃദിനവും മാതൃദിനവും ലോകത്തിൽ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം വാസ്തവത്തിൽ വനിതകളാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. We have to confess and accept the fact that it was women who gave start to such days of remembrance of our parents and such celebrations. പിതൃദിനത്തിൽ എല്ലാ വാത്സല്യ പിതാക്കന്മാർക്കും ഞാൻ സന്തോഷകരമായ നന്മ നിറഞ്ഞ ഒരു ഫാദേഴ്സ് ഡേ നേരുകയാണ്. On this Father's Day, I want to wish every father a happy, a blessed, and a prosperous Father's Day. ഒരു ഗ്രാൻഡ് പേരൻസ് ഡേയും കൂടെ ഉണ്ടായാൽ കൊള്ളാം എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. I often hope there was also a Grandparents' Day. ആരെങ്കിലും വനിതകൾ മുന്നോട്ട് വരും എന്ന് വിചാരിക്കുകയാണ്. I am hoping that some ladies would come forward in initiating that. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടുന്നത്. എന്നാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത 2 വേദഭാഗം മാത്രം ഇവിടെ വായിക്കുന്നു. For today's meditation, the passage is Luke chapter 15 verses 11 through 32. It is from that portion that we need to be reading, but I'll select a few scriptures from there. ആദ്യമായിട്ട് 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's first read chapter 15 verse 20 of Luke. അതിന്റെ 2-ാം ഭാഗമാണ് വായിക്കുന്നത്. ദൂരത്ത് നിന്ന് തന്നെ അവൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. And it is the latter portion of that verse that I will be reading. While he was still a long way off, his father saw him, felt compassion, and ran and embraced him and kissed him. 2-ാമത്തെ വചനം 15-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്.
The second portion is 15 verse 28. അതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പൻ Him. വിദേശത്തേക്ക് പോയ മകൻ മടങ്ങി വന്നപ്പോൾ മകനുമായി അകത്ത് നിൽക്കുന്ന ആഘോഷിക്കുന്ന ഒരു പിതാവിനെ നാം വായിക്കും. We read of a father who's celebrating his return, the return of his son who had gone to a foreign land and had come back to his home. വയലിൽ നിന്ന് മടങ്ങി വന്ന മകനെ കാണുവാൻ, മകനെ അനുനയിപ്പിക്കുവാൻ അപ്പൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. ഇതെന്നെ ചിന്തിപ്പിച്ചതായ കാര്യമാണ്. What made me think is the fact that the son who has come back from the fields back to his home, this father is coming out of a house where there is feast and celebration. He's coming out to meet him and to embrace him. ഇളയ മകന്റെ വരവിൽ ഇളയ മകനുമായി വീടിനകത്തേക്ക് പിതാവ് പ്രവേശിക്കുമ്പോൾ മൂത്ത മകന്റെ വരവിൽ തനിയെ തൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് താൻ കടന്നു പോവുകയാണ്. When the younger son returns, the father and the son get into the home together. While the older son comes, he goes alone out to meet him outside. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും അധികം പാരബിൾസ്, ഉപമകൾ നാം വായിക്കുന്നത്. It is in the Gospel of Luke that we see the most number of parables. 24 ഉപമകൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുവാൻ കഴിയും. We can see in the Gospel of Luke alone 24 parables. അതിൽ ഭൂരിഭാഗവും, അതിൽ 18 വളരെ യുണീക്കായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, വളരെ സുന്ദരമായ ഉപമകളാണ്. And the majority of them, 18 of the 24, are very unique and significant and beautiful parables. 15-ാം അധ്യായത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ 3 ഉപമകൾ നമുക്ക് വായിക്കാൻ കഴിയും. In chapter 15 alone, we see 3 parables that are of significance. ആദ്യ പാരബിൾ ലോസ്റ്റ് ഷീപ്പ്, നഷ്ടപ്പെട്ട ആടിനെ കുറിച്ചുള്ളതാണ്. The first parable is concerning the lost sheep. രണ്ടാമത്തെ പാരബിൾ നഷ്ടപ്പെട്ടതായ ദ്രമ്യയെ കുറിച്ചുള്ളതാണ്. The second parable is concerning the lost coin. മൂന്നാമത്തേത് നഷ്ടപ്പെട്ട മകനെ കുറിച്ചുള്ളതാണ്. The third parable is concerning the lost son. വാസ്തവത്തിൽ നഷ്ടപ്പെട്ട മകനെ കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ടെങ്കിലും ആ മകൻ അറിയപ്പെടുന്നത് നഷ്ടപ്പെട്ട മകൻ എന്ന് മാത്രമല്ല, ഒരു പ്രോഡിഗൽ സൺ എന്നാണ്, ധൂർത്തപുത്രൻ എന്നാണ്. While we say that it is the parable of the lost son, not only is he referred to as the lost son, but as the prodigal son. ഈ ധൂർത്തപുത്രന്റെ ഉപമയ്ക്ക് 10 ടൈറ്റിൽസ് കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. I have read that for this particular parable of the prodigal son, we can give a number of titles, at least 10 of them. ചില ടൈറ്റിൽസ് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I hope to bring to your remembrance a few titles. ഒന്നാമത്തേത് പ്രോഡിഗൽ സൺ എന്നുള്ളത് തന്നെയാണ്. The first is the title Prodigal Son. രണ്ടാമത്തേത് പാരബിൾ ഓഫ് 2 sons എന്നാണ്. The second is Parable of Two Sons. 2 മക്കളെ സംബന്ധിച്ചുള്ള ഒരു കഥയാണ് നമ്മളിവിടെ വായിക്കുന്നത്. We see the story of 2 sons here. മൂന്നാമത്തേത് വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു ടൈറ്റിലാണ്. സ്നേഹമുള്ള ഒരു മാതാവിൻ്റെ അസാന്നിധ്യം അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു പാരബിൾ ആണിത്. The third title is one that makes us think a bit, and that is the parable of a loving mother's absence. ഒരു അമ്മയുടെ
ആ സാന്നിധ്യം ഒരു ഭവനത്തിൽ ഏതെല്ലാം നിലയിൽ സംഭവങ്ങൾ നടക്കാൻ കാരണമാകുന്നു എന്ന് അതിലൂടെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. What we can think through that is that in the absence of a mother, a loving mother, what happens as a result of that in the home. നമ്മൾ ആ കഥയിൽ ഒരു അമ്മയെക്കുറിച്ച്, ഒരു സ്നേഹമുള്ള മാതാവിനെ സംബന്ധിച്ച് ഒരു സൂചന പോലും വായിക്കുന്നു. In this particular parable, we do not have any hint or reading of a loving mother. നാലാമതായിട്ട് കോപിഷ്ഠനായ മൂത്ത മകനെ കുറിച്ചുള്ള പാരബിൾ എന്ന ഒരു ടൈറ്റിൽ കൊടുക്കാൻ കഴിയും. The fourth title can be one that is called Parable of the Elder Son or an Angry Older Son. 22 വാക്യമുള്ള ഈ ഉപമയിൽ അനേകം കഥാപാത്രങ്ങൾ, കൂലിക്കാരുൾപ്പെടെ വേലക്കാരുൾപ്പെടെ അനേകം കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും കോപിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഈ മൂത്ത മകനാണ്. Out of the 22 verses of this particular parable, though there are several characters, including servants, there is only one who is angry in this particular story, and that is the older son. അതുപോലെ തന്നെ ഞാൻ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതും ഈ പറഞ്ഞ മൂത്ത മകൻ തന്നെയാണ്. There is only one character who repeatedly says I, and that is this older son. വാസ്തവത്തിൽ ഈ മൂത്ത മകനെ കേന്ദ്രീകരിച്ചാണ് യേശുക്രിസ്തു ഈ ഉപമ ആ കോണ്ടെക്സ്റ്റിൽ ആ കാലത്ത് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. What we can understand from this particular parable is that Jesus focused on this older son for that particular context when he said this parable. അന്നത്തെ പരീശന്മാരുടെ യഥാർത്ഥമായ ആ ചിത്രം ഈ മൂത്ത മകനിലൂടെ യേശു ചിത്രീകരിക്കുക. What Jesus was portraying was the actual picture of the Pharisees through this older son. അഞ്ചാമതായിട്ട് ഈ പാരബിളിനെ ഗോസ്പൽ ഇൻ ദ ഗോസ്പൽസ് എന്ന ടൈറ്റിൽ ചെയ്യാൻ കഴിയും. The fifth title that can be given to this parable is Gospel in the Gospels. സുവിശേഷം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സുവിശേഷങ്ങളുടെ സാരാംശം ഇതിലുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. When that title says Gospel in the Gospels, what that is communicating is that there is the substance of the gospel in this particular parable. ഇവിടെ ഈ ഭവനത്തിൽ ധാരാളം കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായി 3 കഥാപാത്രങ്ങളെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. Though there are few characters in this particular parable, primarily we can focus on 3. ഒന്ന് ധൂർത്തപുത്രനാണ്. First is the prodigal son. രണ്ടാമത്തേത് കോപിഷ്ഠനായ മൂത്ത മകനാണ്. Second is the older son who's angry. മൂന്നാമത്തേത് സ്നേഹമുള്ള ഒരു വാത്സല്യ പിതാവാണ്. Third is a loving father. ഇന്ന് ഈ പുതുദിനത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വാത്സല്യ പിതാവിനെയാണ്. What I like to focus on today on this Father's Day is this loving father. ഇവിടെ ഈ പിതാവിനെ യേശുക്രിസ്തു കഥയിൽ ചിത്രീകരിക്കുമ്പോൾ പിതാവായ ദൈവത്തെ ശരിക്കും ചിത്രീകരിക്കാൻ യേശു ഉദ്ദേശിക്കുകയാണ്, തയ്യാറാകുകയാണ്. What Jesus is getting prepared to do and desires to do is through this loving father of the parable, he's wanting to portray the loving father, God, Jesus. 2 മക്കൾക്ക് ജന്മം നൽകിയ, അവരെ വളർത്തിയ വളരെ ധനികനായ ഒരു പിതാവിനെ ഈ ഉപമയിൽ നമുക്ക് കാണാൻ സാധിക്കും. What we can see in this parable is a father who has given birth to 2 sons and who have raised them in his home. ഈ ഉപമയിൽ യേശുക്രിസ്തു ഈ പിതാവിനെ റിച്ച്, ധനികൻ, സമ്പന്നൻ എന്ന് വിശേഷിപ്പിച്ചതായി എന്ന് നാം വായിക്കുന്നില്ല. We do not see or read where Jesus
talked about this man as being rich or wealthy in any way. എന്നാൽ ഈ കഥ നാം വായിക്കുമ്പോൾ അദ്ദേഹം വലിയ ഒരു ധനികനായിരുന്നു എന്ന് നമുക്ക് But മനസ്സിലാവും. when we read this parable, we can understand that he was a wealthy rich man. ധാരാളം കൂലിക്കാര്, ധാരാളം സേവകര്, വേലക്കാര് തന്റെ ഭവനത്തിൽ ഉണ്ടായി. There were several hired workers, servants in his home. അതുപോലെ മകൻ മടങ്ങി വന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബാങ്ക്വറ്റ് അവിടെ ഒരുക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. Also, we read that when the son returned, that he put on a very elaborate banquet for him. നിശ്ചയമായും ഈ പിതാവ് ഒരു ധനികനായിരുന്നു എന്നുള്ളതിന് ഇതൊക്കെ തെളിവുകളാണ്. Certainly, this man was a wealthy, rich man, and these are evidences of that. ഇവിടെ ഇളയ മകൻ പിതാവിൻ്റെ അരികിൽ വന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യം പിതാവിനോട് ഡിമാൻഡ് ചെയ്യുന്ന ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. This parable starts with the younger son coming to his father and demanding something of his father. തൻ്റെ അവകാശം തനിക്കുള്ളത് പാർട്ടിഷൻ ചെയ്ത് കൊടുക്കണം, തനിക്ക് എഴുതി കൊടുക്കണമെന്നായിരുന്നു ആ ഡിമാൻഡ്. The demand was, Father, give me the share of property that is coming to me. യഹൂദന്മാരുടെ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് പിതൃസ്വത്ത് വിഭജനം ചെയ്യുന്നതിന് പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നു. Considering the Jewish background and tradition, to divide the inheritance of the property of the father, there were certain regulations. എത്ര മക്കളുണ്ടായിരുന്നാലും മൂത്ത മകന് ഡബിൾ പോർഷനാണ് യഹൂദ നിയമം കരുതിയിരുന്നത്. The Jewish law considered the older son to get the double portion of the father's property in spite of how many children the father may have. പിതാവിനോടുകൂടെ ഈ മൂത്ത മകൻ ആ കുടുംബത്തെ സന്ധാരണം ചെയ്യാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് വിചാരിക്കാം. We can think maybe this way, that because the older son cooperated or partook in the sustaining of the home and working for it vigorously, which is why maybe the older son is getting the double portion. ബാക്കിയുള്ളതായ മക്കൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. The remaining children get equal amounts of the property. ഇവിടെ ഈ പിതാവിന് രണ്ട് മക്കളാണ്. Here this father has two sons. അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം മൂത്ത മകന് പോകുന്നതാണ്. The 2/3 of his property goes to the older son. അതിൽ മൂന്നിൽ ഒന്ന് ഇളയ മകനും പോകും. The 1/3 of the father's property goes to the younger son. ഇവിടെ മൂന്നിലൊന്ന് തനിക്കുള്ളതായ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ട് അപ്പന്റെ മുമ്പിൽ ഈ മകൻ നിൽക്കുകയാണ്. Here the younger son is demanding of the father's property, the 1/3 of the father's property for him. ഇങ്ങനെയുള്ളതായ ഒരു ഡിമാൻഡ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. Such a demand is unexpected. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഏൻഷ്യൻ പീരീഡിൽ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. Especially in the ancient time period, such a demand is very unexpected. അതുപോലെ ആരോഗ്യവാനായ ഒരു പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കളിൽ ആരും തന്നെ ഇങ്ങനൊരു ഡിമാൻഡുമായി ചെല്ലുകയില്ല. When a father is alive and well and healthy, it is not likely that any of his children would go to his father with a demand like this. വേറൊരു ആശ്ചര്യകരമായ വിഷയം, ഈ രണ്ടാമത്തെ മകൻ വിവാഹിതനായിരുന്നില്ല എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ. The second surprising factor is that this younger son was not married. സാധാരണഗതിയിൽ വിവാഹിതരായി മക്കളുമായി ചുമതലയെല്ലാം ബേർഡനെല്ലാം ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഇങ്ങനൊരു ഡിമാൻഡ് ചെയ്തു എന്ന് വന്നേക്കാം. It is likely when a son is married with children and has that responsibility on him, such a request or demand is understandable. തന്നെക്കാൾ പ്രായം കൂടിയ മൂത്ത മകൻ വീട്ടിൽ ഉണ്ട്, അദ്ദേഹം ഇങ്ങനൊരു ഡിമാൻഡ് ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നില്ല.
Also, an older brother is in the home. We don't see of him demanding such things from his father. ഇളയ മകൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വീട്ടിൽ തിരിച്ചു വരുമ്പോഴും തനിയെയാണ് പോവുകയും വരികയും ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം ഭാര്യയോ മക്കളോ ഉണ്ടായിരുന്നു. When the younger son leaves the home and comes back to the home, he leaves and comes back alone with no wife or anybody with him. നല്ല റിച്ചായിട്ടുള്ള സമ്പന്നനായ ധനികനായ ഒരു പിതാവ് മക്കളുടെ രണ്ടു പേരുടെയും കാര്യത്തിൽ വളരെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നതായ ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡായി മകൻ വന്ന് അപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു ഡിമാൻഡ് ചെയ്യുക വളരെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ആശ്ചര്യകരമായ ഒരു സമീപനമാണ്. At a time when a wealthy, rich father is taking care of his children very well in his home, it is astonishing to note here that one of his sons comes to him with such a demand. ഈ പിതാവിന് മകനെ നോക്കിക്കൊണ്ട് രണ്ട് ആൻസർ പറയാമായിരുന്നു. മോനെ നോ എന്ന് പറയാമായിരുന്നു, മോനെ വെയിറ്റ് എന്നും പറയാമായിരുന്നു. This father could have easily looked at the son in the presence of his demand and said two responses. First is wait or no. എന്നാൽ ഈ രണ്ട് ആൻസറും അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടും ഈ പിതാവ് അങ്ങനെ ചെയ്യുന്നില്ല. മകന്റെ ആ ഡിമാൻഡിന് മുമ്പിൽ വഴങ്ങുകയും അദ്ദേഹത്തിന് തൻ്റെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം എഴുതി കൊടുക്കുകയും ചെയ്യുന്നു. While the father had complete freedom to respond to him in one of those two ways, he does not do that. He submits to his demand, his request, and gives him his property. എന്തുകൊണ്ടായിരിക്കാം ആ പിതാവ് ഈ മകന് നോയും വെയിറ്റും പറയാതെ യെസ് ഉത്തരം കൊടുത്തത്? Why is it that this father did not give him the answer wait or no, but gave him the answer yes? മകൻ ചെറുപ്പമാണ്. അവനൊരു അവിവേകം കാണിച്ചാലും പൊറുക്കണം. അവൻ്റെ മനസ്സ് വേദനിക്കരുത്. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഈ yes എന്ന ആൻസർ അദ്ദേഹം കൊടുത്തത്. Maybe the father approached it this way. The younger son is young in his years and still a bit immature maybe in his ways, and so the father decided to give him what he asked for and help him that way. നാട്ടിൽ പോലും നടപ്പില്ലാത്ത ഫാദർ അതിൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഗതികളാണ് പിന്നാലെ നടക്കുന്നത്. What happens after are things that was never dreamed of or thought of. ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ ഏറെ നാൾ കഴിയും മുമ്പ് എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. താമസിയാതെ തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സ്വത്ത് വിറ്റ് ഈ മകൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. In verse 13 we read, not many days later, which means very soon after, the younger son gathered all he had and took a journey. പെട്ടെന്നായിരുന്നു തന്റെ തീരുമാനം. His decision was quite quick. ഒരുപക്ഷെങ്കിൽ വീട്ടിലെ ജീവിതം മടുത്തു കാണുമായിരിക്കും. Maybe he was tired of his life at home. അല്ലെങ്കിൽ വിദേശത്തുള്ള ജീവിതം തനിക്ക് വലിയ പ്രിയമായി തോന്നിക്കാം. Or in other words, it could be that he found pleasure in life in a foreign land. താൻ ദൂരദേശത്തേക്ക് പോയി എന്നാണ് നാം വായിക്കുന്നത്. What we read is that he went to a land far away. ഇവിടെ രണ്ടു തരത്തിലുള്ള ബന്ധം താൻ വിചാരിക്കുകയാണ്. Here we see two kinds of relationships. കുടുംബവുമായിട്ടുള്ള ബന്ധം താൻ വിചാരിക്കുന്നു. Here he denies his relationship with his family. യഹൂദന്മാരുടെ സൊസൈറ്റിയുമായിട്ടുള്ള ആ ബന്ധം, തന്റെ ജാതിയുമായിട്ടുള്ള ബന്ധവും വിചാരിക്കുകയാണ്. He also cuts his relationship with his Jewish community. ഒരു പരിപൂർണമായ ബന്ധമില്ലാതെ ബന്ധം കട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ അവരുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്. He cuts off all relationship that he has with his family and his Jewish community and goes beyond their territory, their boundaries. യഹൂദന്മാരെ വിട്ടിട്ട് വിജാതിയരുടെ ഇടയിൽ അദ്ദേഹം പോയി താമസിക്കുകയാണ്. We see him leaving from the Jewish community and going to a land of other people. 13-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്യമാണ്. Verse 13 is very important. അത് വീണ്ടും വായിക്കുന്നത് നല്ലതായിരിക്കും. It is good to read that repeatedly. അവിടെ നാം വായിക്കുന്നത് ദുർനടപ്പുകാരനായി താൻ അവിടെ ജീവിച്ച്
തന്റെ സ്വത്ത് നാനാവിധമാക്കി കളഞ്ഞു എന്നാണ്. There we read that he squandered his property in reckless living. ഒരു ഇംഗ്ലീഷ് തർജ്ജിമയിൽ ലൂസ് ലിവിംഗ് എന്നാണ് നാം വായിക്കുന്നത്. We also read in the English translation loose living. He squandered his property in loose living. He squandered his property in loose living. ഇവിടെ താൻ വിദേശത്ത് ജീവിക്കുന്നു. Here he lives in a foreign land. താന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവിടേക്ക് പോയത്. He has gone to this far country with a lot of expectations. വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതായ ഒരു നിലവാരത്തിൽ സന്തോഷമായി ജീവിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് താൻ കടന്നു. He goes with the desire of living a life better than the life that he had at home with many possibilities. വളരെ പ്രതീക്ഷയോടെ കടന്നുപോയ ഈ മകന് വാസ്തവത്തിൽ തിരിച്ചായിരുന്നു അനുഭവം. When the son went to a far country with many expectations, what really happened was the opposite of what he thought. തന്റെ പേഴ്സ് കാലിയായി. His wallet was empty. പയ്യെ തന്റെ കൂട്ടുകാര് തനിക്ക് നഷ്ടപ്പെട്ടു. Slowly he lost his friends. ഒടുവിൽ ജീവിക്കാൻ വഴിയില്ലാതായി. Finally he had no ways to live. ബെഗ് ചെയ്യാനുള്ളതായ ബുദ്ധിമുട്ട് അവനുണ്ട്. He's hesitant to beg. ഒടുവിൽ ഒരു യഹൂദന് നിഷിദ്ധമായിരിക്കുന്ന ഒരു ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. Finally, he got a responsibility, a role that is not normal for a Jewish person. ആടുകളെ മേയ്ക്കായിരുന്നെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു ജോലിയാണ്. If he was tending the flock, that was a better option. പക്ഷേ ഇവിടെ തനിക്ക് പന്നികളെ മേയ്ക്കുന്ന ഒരു ജോലിയാണ് ലഭിച്ചത്. Here he gets a role where he has to feed the pigs. ഇവിടെ തനിക്ക് ഒരു ഹ്യൂമിലിയേഷൻ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. Here we see the younger son going through humiliation. ഒരാൾ എഴുതിയിരിക്കുന്നത് ഹ്യൂമിലിയേഷൻ നമ്പർ 1 എന്നത് തന്റെ ജീവിതത്തിൽ ആദ്യമായി ഹങ്കർ അനുഭവിച്ചു എന്നാണ്. The first humiliation, somebody says it this way, is that he experienced hunger for the first time. രണ്ടാമത്തെ തന്റെ ഹ്യൂമിലിയേഷൻ ഈ ജോലി, പന്നികളെ മേയ്ക്കുന്ന ജോലി താൻ നിർബന്ധിതനായി തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. Second humiliation that he was forced to take the role of feeding the pigs. ഒരു യഹൂദൻ യാതൊരു കാരണവശാലും ആ ജോലി തിരഞ്ഞെടുക്കാൻ മനസ്സോടെ മുന്നോട്ട് വരികയില്ല. A Jew under no circumstances will be willing to come forward to take that role. മൂന്നാമത്തെ ഹ്യൂമിലിയേഷൻ, താന് പന്നികളുടെ ആഹാരം ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. The third humiliation is that he desired to have the food of the pigs. അതും ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷിദ്ധമാണ്. ഈവൻ മനുഷ്യർക്ക് ആർക്കും തന്നെ പന്നിയുടെ ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടാവില്ല. So even that fact is one that is very much not normal for a Jew. Men or humans don't have any desire to eat the food of pigs. ഹ്യൂമിലിയേഷന്റെ ബോട്ടം ലൈനിൽ താൻ എത്തിയിരിക്കുകയാണ്. താൻ ആഗ്രഹിക്കുകയാണ് പന്നിയുടെ ആഹാരം. ലോകത്തിൽ ഒറ്റ മനുഷ്യരും ആഗ്രഹിക്കാത്ത ഒരാഗ്രഹം അവനുണ്ടാകുന്നു. വിശപ്പിന്റെ ആ ഇന്റൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. താൻ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടതിന്റെ ആ ഇന്റൻസിറ്റിയും നമുക്കിവിടെ കാണാം. Here we see the younger son going to the very bottom rung of humiliation, where he is desiring the food of pigs. Consider the intensity of his humiliation. നാലാമത്തെ ഹ്യൂമിലിയേഷനായിട്ട് ഇവിടെ വായിക്കുന്നത് ഈവൻ അതുപോലും അവന് കിട്ടാതെ പോയി എന്നാണ്. The fourth humiliation we read is that even that he did not get. ആലോചിച്ച് നോക്കുക, അപ്പനെയും സ്വന്തം ഭവനത്തെയും സ്വന്തം രാജ്യത്തെയും വിട്ടുപോയ ഒരു മനുഷ്യന്റെ ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. Think about it. A man who was living in his home, in his wealthy father's home, in his own country, has now come to a very pathetic situation. ഒരിക്കലും താൻ ആഗ്രഹിക്കാത്ത, വിഭാവന ചെയ്യാത്ത, സ്വപ്നം കാണാത്ത ഒരു ഇല്ലായ്മയുടെ ഇന്റൻസിറ്റി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. He is experiencing now the emptiness, the lack of everything in his life, something that he has never dreamt of or experienced. തന്റെ ജീവിതത്തെ
ജീവിതത്തിന് ഇനിയും ഒരു വെളിച്ചവുമില്ലാതെ ഒരു ആശയമില്ലാതെ ഒരു പോയിന്റിൽ താൻ എത്തിച്ചേർന്നത്. Here is this younger son coming to a point where he does not see any light or any hope ahead. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ശരിയായ ചിത്രം നമുക്കവിടെ കാണാം. Here we see an accurate picture of a person going away from the presence of God. സ്നേഹമുള്ള ഒരു വാത്സല്യ പിതാവിന്റെ ബന്ധം വിച്ഛേദിച്ച് അകന്നു പോകുന്ന ഒരു മകന് സംഭവിക്കാവുന്ന ഒരു ചിത്രം യേശുവിടെ വരച്ചു കാണിക്കും. Here Jesus is portraying a picture of a son who leaves his loving father's presence. What that means. സ്വന്തം വീടും സ്വന്തം സമൂഹവും വിട്ട് അകന്നു പോകുന്ന ഒരു മനുഷ്യന് സംഭവിക്കാവുന്നതിന്റെ ഏറ്റവും അധപ്പതിച്ചതായ ഒരു ചിത്രം നമ്മൾ വായിക്കുകയാണ്. Here we see a picture of a person who leaves his father's loving home and his loving community, and what happens as a result of that. എന്നാൽ 17ാം വാക്യത്തിൽ തനിക്ക് സുബോധം വന്നു എന്ന് നാം വായിക്കുന്നു. We read in verse 17 that he came to his conscience. എങ്ങനെയാണ് അദ്ദേഹത്തിന് സുബോധം വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. We do not know how he came to himself. ഒരു എഴുത്തുകാരൻ തന്റെ ഭാവനയിൽ ഇങ്ങനെയാണ് കാണുന്നത്. A writer thinks about it this way. പന്നിയുടെ ആഹാരം ഭക്ഷിക്കാൻ വേണ്ടി താൻ ആഗ്രഹിച്ച് ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ്. As he is desiring to have the food of pigs and waiting for that. പക്ഷേ തന്റെ മീതെ തന്നോട് കൂടെ വർക്ക് ചെയ്യുന്ന വേറെ പല ആൾക്കാരുണ്ട്. There are others who are working alongside him. തന്നെ സൂപ്പർവൈസ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്. There are others who are supervising him. അവരുടെ കണ്ണു വെട്ടിച്ച് ഈ ഭക്ഷണം അദ്ദേഹത്തിന് കഴിക്കാൻ സാധിക്കും. Even dodging them, he's not able to eat that food. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ആരും കാണാതെ ഈ പന്നിയുടെ ആഹാരം ഭക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. Here the son is waiting to just get something from the food of pigs. സൂപ്പർവൈസർ എങ്ങോട്ടോ തിരിഞ്ഞ സമയത്ത് അത്യാവശ്യം വിശപ്പടക്കാൻ അതിൽ അല്പം ആഹാരം ഇവനെടുക്കുകയുണ്ടായി. When the supervisor turned his eyes away, he may have taken a little from this pig's food. ഇത് എഴുത്തുകാരന്റെ ഒരു ഭാവനയാണ്. This is an imagination of the writer. സൂപ്പർവൈസർ തിരിഞ്ഞു നോക്കുമ്പോൾ പന്നിയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്ഷണം കയ്യിലെടുത്ത് വയലിൽ കൊണ്ടുപോകുന്ന ഈ പയ്യനെയാണ് കാണുന്നത്. When the supervisor turns around, he sees this young son, this man taking the food of pigs to his mouth. സൂപ്പർവൈസർ ഒന്നും നോക്കിയില്ല, തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് തലക്കിട്ട് ഒരു അടി കൊടുത്തു. The supervisor did not look around. He beat the boy on his head with a stick. ആ അടി അവനെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. What the writer is essentially saying is that particular rod where he hit him on his head with may have brought him to his senses. ഒരുപക്ഷെങ്കിൽ അങ്ങനെ സംഭവിച്ചു കാണും. സംഭവിച്ച് കൂടാ എന്നില്ല, സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. Maybe that happened, maybe that didn't happen. It could have happened. എന്നാൽ എന്തോ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. But we know that something happened. ചിലർക്ക് അടിയിട്ടുമ്പോഴാണ് സുബോധം വരുന്നത്. It is when some get hit, they come to their senses. ഏതായാലും ഇവന് സുബോധം വന്നു, അത് വളരെ നന്നായി. Here this man comes to his senses. അത് തന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. That became a turning point in his life. എന്താണ് ആ സുബോധം വന്നതോടുകൂടി സംഭവിച്ചത്? What happened as a result of him coming to his senses? ഇവിടെ ഒരു ചിത്രം കൂടെ പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇവിടെ അപ്പനെയും വീടിനെയും സമൂഹത്തെയും വിട്ട് പോകുന്നവൻ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത്. The other picture is that a man who leaves his home, his community, and goes to a far country is now living without any sense. അപ്പന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ വീട്ടിലേക്ക്, ദൈവത്തിന്റെ സഭയിലേക്ക്, സമൂഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് എപ്പോൾ വിചാരമുണ്ടാകുമോ വാസ്തവത്തിൽ അപ്പോൾ അവൻ സുബോധം പ്രാപിക്കുകയാണ്. Whenever a person gets the conscience that he has to return back to his home, to his community, to God the Father, then he has come to his senses. താൻ ഓർക്കുകയാണ്. What all does he think of? താൻ അപ്പനെ കുറിച്ച് ഓർക്കുന്നു. He remembered his father. അതുപോലെ തന്റെ വീട്ടിലെ വേലക്കാരെ കുറിച്ച് ഓർക്കുന്നു. He thought of his hired servants at home. അത് മാത്രമല്ല, അപ്പൻ ഈ സെർവൻസിനെ എങ്ങനെയാണ്, കൂലിക്കാരെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് എന്നും കൂടെ താൻ ഓർക്കുന്നു. He also remembered how his father treated and fed his servants. ഇവിടെ എത്ര എന്നുള്ള പദം വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. The phrase of the word how much or how is important. എത്ര കൂലിക്കാർ, അപ്പോൾ ആവശ്യം പോലെ കൂലിക്കാര് തന്റെ വീട്ടിലുണ്ട്. How many workers at home? ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അവർ ഭക്ഷിച്ച്
ശേഷം ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു എന്നുള്ള ആ പ്രയോഗം ശ്രദ്ധിക്കണം. The next phrase to keep in mind is that even after they have eaten, there is leftover. അങ്ങനെ ജനറസ് ആയി കൊടുക്കുന്ന ഒരു പിതാവിനെ നമുക്ക് ഇവിടെ കാണാം. Here we see a father who gives generously. തന്റെ സ്ഥിതിയുമായി താരതമ്യപ്പെടുത്തുകയാണ്. He is comparing that situation with his. തന്റെ വീട്ടിലെ കൂലിക്കാര് ഭക്ഷിച്ച് ശേഷിപ്പിക്കുമ്പോൾ ഇവിടെ ശേഷിച്ച ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന, വിശക്കുന്ന, വിശന്ന് മരിക്കുന്ന, വിശന്ന് നശിക്കുന്ന ഒരു മകനെ കാണാൻ സാധിക്കും. While the hired servants at his father's home are eating where there is leftover still, here is the son who's not even having any leftover to eat of and destroying himself. താനൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. He comes to a decision. ഞാൻ ഇവിടെ എഴുന്നേൽക്കും. I will rise here. ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങും. I will rise and go to my father's home. ഞാൻ ഒരു ജീവിതത്തിൽ ഒരു യു ടേൺ എടുക്കും എന്ന തീരുമാനം. I will turn my life around. താൻ പറയുന്നത് ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാണ്. He says, I will return to my father's home. തന്റെ സഹോദരന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നല്ല. He does not say, I will go back to my brother. എന്റെ വീട്ടിലുള്ള വേലക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നല്ല. Not that I will go back to my servants. ശരിയായ ഒരു തീരുമാനം അവൻ എടുക്കുകയാണ്. He takes a right decision. സഹോദരന്റെ അടുക്കൽ പോയാൽ അംഗീകാരം കിട്ടി എന്ന് വരികയില്ല. If he goes to his brother, he may not be accepted. വേലക്കാരുടെ ഇടയിൽ ചെന്നാൽ അവരുടെ കൂടെയും തനിക്കൊരു സ്ഥാനം ലഭിച്ചു എന്ന് വരികയില്ല. If he goes back to the servants at home, he may not have a place there. അതുകൊണ്ട് അപ്പന്റെ അടുക്കലേക്ക് തന്നെ പോവുക എന്നുള്ളത്. So he decided to go to his father's home. സാധാരണ മക്കള് അപ്പന്റെ അടുക്കലേക്ക് പോകുന്ന ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. Certain children, normally speaking, children will do everything but go back to the father's home. അപ്പന്റെ അടുക്കലേക്ക് മാത്രം പോവുകയില്ല. The children would not go back to the father. അങ്ങനെയുള്ള മക്കളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. We also know of those children. ദൈവത്തിന്റെ അടുക്കൽ പോകുന്ന ഒഴികെ ബാക്കിയുള്ള എല്ലാം ചെയ്യുന്ന ധാരാളം മനുഷ്യരുണ്ട്. There are several people who do everything but go back to God. അവരുടെ ആശ്വാസത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. For their comfort, for their peace, they will adopt any other means. അപ്പനായ ദൈവത്തിന്റെ അരികിലേക്ക് മാത്രം പോകുകയില്ല. Except for going back to God the Father. വാസ്തവത്തിൽ അതാണ് അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. The solution to the problems that he is facing, that is the solution to going back to God the Father. ആരെങ്കിലും വളരെ പദ്ധതിക് ആയിട്ടുള്ള ജീവിത നൈരാശ്യത്തിൽ ഏറ്റവും ഹ്യൂമിലിയേറ്റഡ് ആയി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള ഒരു സന്ദേശം ഇവിടെയുണ്ട്. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അപ്പന്റെ അടുക്കൽ പോകുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും. For those who may be in a similar pathetic, discouraging situation, understand that unless that person returns to God the Father, there is no solution, there is no hope. തന്റെ ജീവിതത്തിൽ ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നോ, ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചോ, എന്തെല്ലാം കൊതിച്ചോ, അതിനുവേണ്ടി ഞാൻ വിദേശത്തേക്ക് പോയി, എന്നാൽ ആ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ വിദേശത്ത് എനിക്ക് ലഭിച്ചില്ല. അതെല്ലാം ഞാൻ വിട്ടുപോകുന്ന എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അപ്പൻ്റെ അരികിലുണ്ട് എന്ന ബോധ്യമാണ്. He had to confess of one thing, and that is everything that he desired for which he went to the far country. He realized at one point that all of that he desired is at his father's home. നാം എന്തെല്ലാം ആഗ്രഹിക്കുന്നോ, മനസ്സിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നോ, അതെല്ലാം ഉള്ള ഒരാളുണ്ട്, അത് നമ്മുടെ ദൈവമാണ്. What all we desire in our minds and hope for to have, it is in the midst of our Father. ഒരു കൺഫെഷൻ ഫോർമാറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാം. Here we see a format of confession that he makes. വളരെ മനോഹരമായ ഒരു മോഡൽ കൺഫെഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. We can see this as a beautiful model of confession. മടങ്ങുമ്പോൾ ഒരു കൺഫെഷന്റെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. He understood that when he returns, there is a need for confession. തന്റെ കൺഫെഷൻ ഇങ്ങനെയാണ്. His confession is this way. ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കലേക്ക് പോകും. I will arise and go to my father. ഞാൻ എന്നിട്ട് അപ്പന്റെ മുമ്പിൽ പോയി മുട്ടുമടക്കി അപ്പനോട് ഇങ്ങനെ പറയും. I will kneel down before him and say to him, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗ്ഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. Father, I have sinned against heaven and before you. തന്നോട് പാപം ചെയ്തു എന്നുള്ളത് ശരിയാണ് പിതാവിനോട്. It is true that I sinned against you, Father. എന്നാൽ സ്വർഗ്ഗത്തോട് പാപം ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. But did he sin against heaven? Let me ask you that. ഇവിടെ ആകെ സ്വർഗ്ഗം എന്നുള്ളതായ പ്രയോഗം നമുക്ക് ഇവിടെ മാത്രമാണ് വായിക്കാൻ സാധിക്കുന്നത്. Here we see the word heaven only in this particular verse. അതായത് ഈ കൺഫെഷനിൽ മാത്രമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. Only in this confession.
അപ്പനോടാണ് യഥാർത്ഥത്തിൽ പാപം ചെയ്തത്. He did sin against his പക്ഷേ father, താൻ വേറൊരു കാര്യം കൂടെ സമ്മതിക്കുകയാണ്. but he also confesses other thing. ഞാൻ Another അപ്പനോട് thing. മാത്രമല്ല പാപം ചെയ്തിരിക്കുന്നത്, സ്വർഗത്തോട് ദൈവത്തോട് പാപം ചെയ്തു. Not only to my father, but to God in heaven. പാപം ത്രികോണം പോലെയാണ് എന്ന് നമുക്ക് അറിയാം. We all know that sin is like a triangle. അത് നമ്മിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്, It points to us, അത് അന്യരിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്, it points to അത് others, ദൈവത്തിങ്കിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. and it points to God. പാപം എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന എപ്പോഴും ഒരു നഷ്ടക്കച്ചവടമാണ്. To go away from God, sin is departing from God. That is something that's very filled with അത് loss. നമുക്ക് ദോഷം ചെയ്യുന്നു, That does bad to us, അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നു. does harm to others. അന്തിമമായി ദൈവത്തോട് നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകലിച്ച അധികമാകുന്നു, അല്ലെങ്കിൽ ദൈവത്തോട് നാം പാപം ചെയ്യുന്നു. Ultimately, it brings harm to our relationship with God. ഇവിടെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. Here, this young son rises and goes to his father. അപ്പൻ്റെ അടുക്കൽ താൻ എത്രയും വേഗം എത്തുവാൻ വേണ്ടി അവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. He's walking to get to his father very quickly. എന്തുകൊണ്ടാണ് അപ്പൻ്റെ അരികിലേക്ക് അവൻ പോകുന്നത്? Why is he going back to his father? ഒന്നാമത്തെ കാരണം, അപ്പൻ വളരെ ജനറസ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം. First reason is because he knew that his father was very generous. തന്റെ വേലക്കാരോട് പോലും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ഈ മകന് ബോധ്യമായി. The son knew very well how his father treated his servants. തനിക്ക് സ്വത്ത് ഭാഗം ചെയ്ത് കൊടുത്തതുകൊണ്ടല്ല അപ്പൻ ജനറസ് എന്ന് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഈ അപ്പൻ ജനറസ് എന്ന് പറയാൻ കാരണം, ഈ വീട്ടിലെ വേലക്കാർക്ക് പോലും ആവശ്യത്തിൽ കൂടുതൽ സ്നേഹത്തോടുകൂടെ ഔദാര്യമായി ജനറസായി ആഹാരം കൊടുത്ത് ഫീഡ് ചെയ്യുന്ന ഒരു പിതാവിനെ. I'm not saying that this father is generous because he gave his portion of his inheritance to the son, but because he treated his servants very generously. വളരെ ജനറസായ ഒരു പിതാവ്, A very generous father. നമ്മുടെ ദൈവം വളരെ ഔദാര്യമുള്ള, ധാരാളമായി നൽകുന്ന ഒരു ദൈവമാണ്. Our God is a father who gives of his riches very generously. രണ്ടാമത്, ഈ പിതാവ് അതിൻ്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, വളരെ നഷ്ടപ്പെട്ട മകനെ വെയിറ്റ് ചെയ്യുന്ന, വളരെ പേഷ്യൻ്റോടുകൂടെ വെയിറ്റ് ചെയ്യുന്ന, തുറന്ന കണ്ണുകളോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു പിതാവ് അവിടെ ഉണ്ട് എന്ന് തനിക്ക് മനസ്സിലായി. The second peculiarity of this father is that he waits for his very lost son just in patience. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. Let me ask you a question. നഷ്ടപ്പെട്ട ആടിനെ തിരഞ്ഞ് ഇടയൻ പോവുകയുണ്ടായി. Here we see a shepherd going after the lost sheep. നഷ്ടപ്പെട്ടതായ കോയിൻ അന്വേഷിച്ച് ആ സ്ത്രീ വളരെ സമയം ചെലവഴിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. We read of a woman spending a lot of time trying to find the lost coin. എന്നാൽ നഷ്ടപ്പെട്ടതായ മകനെ തേടി അപ്പൻ എന്തുകൊണ്ട് പോയില്ല? Why didn't the father go after the lost son? ഞാനൊരു ക്വിസ് ക്വസ്റ്റ്യനായി നിങ്ങളുടെ മുമ്പിൽ അത് വെക്കുകയാണ്. I lay that before you as a question to get an answer for. ഇടയൻ പോയി, The shepherd went. സ്ത്രീ കോയിൻ തേടുന്നു. The woman is seeking after the coin. എന്നാൽ പിതാവ് വീട്ടിൽ തന്നെ കഴിയുന്നു. But here the father is at home. എന്തുകൊണ്ടാണ്? Why is that? നമുക്ക് ആലോചിച്ച് അതിന്റെ ആൻസർ കണ്ടെത്താം. Let us think about it and get the answer പക്ഷെ to it. തുടർന്ന് കഥ നാം വായിക്കുന്നത് എങ്ങനെയാണ്? Further we read the story this way. പിതാവ് അവനെ കണ്ടു. The father saw him. മകൻ വീട്ടിൽ വന്നതിന് ശേഷമല്ല കാണുന്നത്. Not after he came at the doorstep. ദൂരെ നിന്ന് കാണുവാനിടയായി. He saw him far away. ഇവിടെയാണ് ആ വെയിറ്റിംഗ്, പിതാവിന്റെ വെയിറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. Here we see the picture of a father waiting. ഈ പുത്രൻ, ഈ മുടിയനായ പുത്രൻ പിതാവിനെ കണ്ടു എന്നല്ല പറയുന്നത്. It doesn't say that the prodigal son saw the father. വീട്ടിൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവര് ഈ മകനെ കണ്ടു എന്നല്ല It പറഞ്ഞിരിക്കുന്നത്. doesn't say that the people working in his estate saw him. തന്റെ സഹോദരൻ ഈ സഹോദരനെ കണ്ടു എന്നല്ല പറയുന്നത്. It doesn't say that his brother saw him. പിതാവ് മാത്രമാണ് കാണുന്നത്. The father alone saw him. മകൻ പിതാവിനെ കാണുന്നില്ല. The son does not see the father. പിതാവ് മകനെ കാണുന്നു. The father sees the എപ്പോൾ son. കാണുന്നു? ദൂരെ, അങ്ങ് ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ. When does he see him? When he was very far off. എങ്ങനെ ദൂരെ നിന്ന് വരുന്ന ഈ മകനെ അപ്പനെ കാണാനായിട്ട് How did സാധിച്ചു? the father see the son far off? അവന്റെ ഹൃദയം മുഴുവൻ ഈ മകന്റെ പിന്നാലെയായിരുന്നു. Because his heart is after his son. ഇവിടെ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. Here we can ask a few questions.
അപ്പന്റെ കാഴ്ച മങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. Maybe the eyesight of the father has been blurred. എന്നിട്ടും എങ്ങനെ ദൂരെ നിന്ന് കാണാൻ സാധിച്ചു? Then how did he still see him? മടങ്ങി വരുന്ന മകന്റെ രൂപം, ആ വേഷമൊക്കെ തനിക്ക് എത്രയോ മാറിപ്പോയിട്ടുണ്ട്. The appearance of his son and what he is wearing has changed drastically. രാജകുമാരനെ പോലെ പോയവൻ ഒരു യാചകനെ പോലെ മടങ്ങി വരികയാണ്. Here a son who left as a prince is coming back as a beggar. എന്നിട്ടും മകനെ ദൂരെ വെച്ച് കാണാൻ സാധിക്കുന്നു. Even then he sees his father far off. മകനാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. He sees his son far off and understands that he is his son. അവന്റെ മുടിയും താടിയും ഒക്കെ വളർന്നിട്ടുണ്ടായിരിക്കും. His hair and his beard may have grown. നിശ്ചയമായി അവൻ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും, ഒത്തിരി വീക്ക് ആയിട്ടുണ്ടാവും. Maybe he was very lost a lot of weight. Maybe changing appearance. Even then the father sees him. ഇവിടെയാണ് ആ പിതാവിന്റെ ആ ഹൃദയത്തിലെ ആ തേടൽ, അന്വേഷണം നമുക്ക് മനസ്സിലാക്കാം. Here we understand the seeking of the father's heart after his son. മൂന്നാമതായിട്ട് ഈ അപ്പന്റെ വേറൊരു വിശേഷത നമുക്ക് കാണാൻ The സാധിക്കും. third characteristic of this father, അതിന്റെ 20ാമത്തെ വാക്യമാണ്. it is in verse 20. 5 കാര്യങ്ങൾ നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നു. We read there 5 things. 5 കാര്യങ്ങൾ ഇതാണ്. 5 things are: ഒന്ന്, അവൻ ദൂരെ നിന്ന് കാണുന്നു. First, he saw him far off. രണ്ടാമത്, അവൻ മനസ്സലിഞ്ഞു എന്നാണ് നാം Second, വായിക്കുന്നത്. he felt compassion. ഈ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? What is compassion? മനസ്സലിവ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി സ്വീകരിക്കുന്ന കാര്യം. Compassion means to take on someone else's sorrow as your own. ഇന്റേണൽ ഓർഗൻസ് എല്ലാം മൂവ് ചെയ്യുന്ന, അസാധാരണമായ നിലയിൽ മൂവ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. It is a point in which our internal organs start to move. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു തരം അനുഭൂതിയാണ്. It is a state in which we cannot explain. മകനെ കണ്ടിട്ട് മനസ്സിലിയുകയാണ്. He sees his son and feels അവൻ compassion. എന്താണ് ചെയ്യുന്നത്? What does he do? ചുറ്റുപാടുകളെ നോക്കിയില്ല. He didn't look at his അവൻ എന്താണ് surroundings. ധരിച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ടില്ല. He did not look at what he was അവിടെ wearing. നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. From there we read he ran. അവന്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? What did he do once he comes close to him? അവന്റെ കഴുത്തിൽ അവൻ കെട്ടിപ്പിടിച്ചു എന്നാണ് നാം He വായിക്കുന്നത്. embraced him. ഇവിടെ എംബ്രേസ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? What does it mean to embrace? അത് കാണാതെ, നാളുകൾ കാണാതിരുന്നതിന്റെ വിഷമവും കണ്ടപ്പോൾ ഉണ്ടായ ആ സന്തോഷവും പ്രകടമാക്കുന്നതാണ് ആ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുള്ളതായ ആ സമീപനം. Embrace is a picture of one finding something that he hasn't seen for a long time and just hugging as a result. കാണാതിരുന്നതിനെ കണ്ടുകെട്ടതിന്റെ ആ സന്തോഷത്തെ എക്സ്പ്രസ് ചെയ്യുകയാണ്. He is expressing the joy that he feels when he has found something that was lost for a long time. നമ്മുടെ ഭാവനയിൽ വഴിയിൽ പിച്ചക്കാരനെ പോലെ മകൻ മടങ്ങി വരുമ്പോൾ അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പിതാവിനെ ഒന്ന് കാണുക. Visualize this with me: a father who runs to his son who looks like a beggar and embraces him. അഞ്ചാമതായി പറഞ്ഞിരിക്കുന്നത് ഈ അങ്ങനെ ചെയ്തത് മാത്രം, എംബ്രേസ് ചെയ്തത് മാത്രമല്ല, കിസ് ചെയ്തു എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്, ചുംബനം ചെയ്തു എന്ന്. The fifth thing is, not only did he embrace him, but he kissed him. തന്റെ ബന്ധത്തിന്റെ എക്സ്പ്രഷൻ നമുക്ക് കാണാം. That is an expression of his relationship with his son. എന്തൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. What a picture of love. മകൻ അവിടെ വെച്ച് തന്നെ ഒരു പക്ഷെങ്കിൽ അനുതാപ പ്രാർത്ഥന അതിന്റെ മുമ്പിൽ പറഞ്ഞു കാണും. Maybe he may have confessed before his father right then and there. പിതാവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇവിടെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. There are a couple more things to say about this father. ഇവിടെ ഇതാ ആ മകന്റെ കൺഫെഷൻ പോലും പൂർത്തിയാക്കാനായി പിതാവ് സമ്മതിക്കുന്നില്ല. അത്രമാത്രം സ്നേഹാതിരേകത്താൽ ഈ മകനെ മാറോടണയ്ക്കുക. The father or the son is not even able to finish his confession because of his father just embracing him at that point. സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവ്. A father who embraces him with utmost love. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ആ സ്നേഹ ചുംബനം, ആ കെട്ടിപ്പിടുത്തൽ. The greatest reward of his return was his father's embrace and kiss of love. പിന്നെ കാര്യങ്ങൾക്കെല്ലാം വ്യതിയാനം ഉണ്ടാകുകയാണ്. Everything changes at that point. നാലാമത്, ഈ മകനുമായി ഭവനത്തിലേക്ക് വന്ന് തന്റെ സന്തോഷം ആഘോഷിക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നത്. Next we see him coming with his son into his home and celebrating. അത് വളരെ വിശദീകരിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. I have to elaborate quite a bit on that. അവന് പുതിയ ഉടുപ്പ് അവന് നൽകുന്നു. He gives him a good robe. അവന്റെ കയ്യിൽ മോതിരം ഇടിപ്പിക്കുന്നു. Puts a ring on his finger. അവന്റെ കാലിൽ ഷൂസ് ഇടിപ്പിക്കുന്നു. He puts shoes on his feet. അസാധാരണമായ നിലയിൽ സന്തോഷം അവിടെ ആഘോഷിക്കുകയാണ്. In an
in a very elaborate way, he celebrates the A joy. joy is celebrating Father. A joyous celebrating Father. We ഇവിടെ see. അഞ്ചാമതായി നമുക്ക് കാണാം ഈ സെലിബ്രേഷൻ ഇടയിൽ വെളിയിലേക്ക് വന്ന് മൂത്ത മകനോട് അനുനയിപ്പിക്കാനായി ശ്രമിക്കുന്ന ഒരു പിതാവിനെ, ഒരു പീസ് മേക്കിംഗ് ഫാദറിനെ നമുക്ക് ഇവിടെ കാണാം. Fifth, we see a father coming out to his older son and reconciling or working towards reconciliation and peace. ദൈവത്തിന്റെ പിതൃത്വത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ഇവിടെ നാം വായിക്കുക. We read what is all in the fatherhood of God. ദൈവം ഒരു ജനറസ് ദൈവമാണ്. God is a generous God. ദൈവം തന്നെ വിട്ടുപോയവരെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. He is one who waits for those who have left his presence. മടങ്ങി വരുന്നവരെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നവനാണ്. He is one who embraces those that have returned with love. മക്കളുടെ സന്തോഷം, മടങ്ങി വരുന്ന മക്കളുടെ സന്തോഷം പങ്കിടുന്നവനാണ്. He is one who partakes of the joy of the returning children. അകന്നു നിൽക്കുന്നവരെ അനുനയിപ്പിക്കുന്നവനാണ്. He is one who reconciles and brings peace to those that are distant. എനിക്ക് ഈ കഥ എങ്ങനെ അവസാനിപ്പിച്ചു എന്ന് കുറേം കൂടെ ഈ കഥയുടെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. I have often thought there was more to the story. എന്നാൽ സ്നേഹമുള്ള അപ്പനെ വെളിയിൽ നിർത്തിക്കൊണ്ട്, വീടിന് വെളിയിൽ നിർത്തിക്കൊണ്ട്, വിരുന്ന് വീടിന് വെളിയിൽ നിർത്തിക്കൊണ്ട് ഈ കഥ അവസാനിപ്പിക്കുക. But the story ends with this loving father being outside of the home. അത് വാസ്തവത്തിൽ സങ്കടകരമായ ഒരു സിറ്റുവേഷൻ ആണ്. That is a different picture, so to speak. വിരുന്ന് നടക്കുന്ന ഈ വീട്, it is a house full of feast. അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കസേര കാണാം. There is a chair that is left empty. അത് മൂത്ത മകന് വേണ്ടിയുള്ളതാണ്. It is for the older son. അവന്റെ ടേബിളിൽ അവന് വേണ്ടി വിഭവസമൃദ്ധമായ വിരുന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. For he has a position there to partake of the feast. അവൻ വെളിയിൽ നിൽക്കുകയാണ്. But he stands outside. പക്ഷേ അവനെ അനുനയിപ്പിക്കാൻ വേണ്ടി പീസ് മേക്കറായി ആ പിതാവ് അവിടെ ഫംഗ്ഷൻ ചെയ്യാം. But the father there functions outside the home to bring peace for his older son. മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. Here we have to understand one thing. ഒരു കുടുംബത്തിന്റെ പീസ് എന്ന് പറയുന്നത് ആ പേരൻസിൽ നിക്ഷിപ്തമാണ്. The peace of a home is innate, is within the parents. പ്രധാനമായും ഫാദറിൽ നിക്ഷിപ്തമാണ്. It is innate within the father. അതാണ് ഈ പിതാവ് ചെയ്യുന്നത്. That's what this father does. 5 കാര്യങ്ങൾ പിതാവിനെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. So today I shared with you 5 things about a father. ഔദാര്യമുള്ള ഒരു പിതാവ്. He's one who is generous. കാത്തിരിക്കുന്ന ഒരു പിതാവ്. He's one who waits. വാത്സല്യം കാണിക്കുന്ന സ്നേഹമുള്ള ഒരു പിതാവ്. He's one who loves. സന്തോഷം ആഘോഷിക്കുന്ന ഒരു പിതാവ്. He's one who celebrates in the return and is joyous. സമാധാനം ഉണ്ടാക്കുന്ന ഒരു പിതാവ്. He's one who makes peace. അതാണ് പിതാവിന്റെ ശരിയായ ചിത്രം. That is the proper picture of a father. ഈ പിതൃദിനത്തിൽ പിതാക്കന്മാരെല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. On this Father's Day, all fathers need to think this. ഞാൻ വീട്ടിൽ ജനറസ് ആണോ? Am I generous at home? ഞാൻ നഷ്ടപ്പെട്ടതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടോ? Do I have a heart to wait for that which is lost? സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? Am I able to express my love? കഴുത്തിൽ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്യുന്ന ആ പിതാവിനെ പോലെ സ്നേഹം പരിധിയില്ലാതെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാം. We see of this loving father embracing and kissing without any limitation. Are we able to do that? വീട്ടിൽ ജോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഞാൻ സൃഷ്ടിക്കുന്നുണ്ടോ? Am I creating an atmosphere where I celebrate joy? ഒരു സ്വർഗമാണോ ഒരു നരകമാണോ ഞാൻ എൻ്റെ വീട്ടിൽ സൃഷ്ടിക്കുന്നത്? Am I creating heaven or hell at my home? ഇടഞ്ഞു നിൽക്കുന്ന അകന്നു നിൽക്കുന്ന മക്കളെ അടുപ്പിക്കാൻ പീസ് മേക്കറായി ഞാൻ പ്രവർത്തിക്കുന്നു. Am I working to bring peace for those that are distant? വളരെ മനോഹരമായ ചിത്രം നമുക്കിവിടെ പിതാവിൽ കാണാൻ കഴിയും. We see a very beautiful picture in this നമ്മുടെ തലകൾ വണക്കാം. Let us bow our heads. നമ്മൾ പിതാവായത് വലിയൊരു കാര്യമാണ്. It is a great thing to have become a father. നമ്മളൊരു ബയോളജിക്കൽ ഫാദർ മാത്രമായിട്ടാണോ കഴിയുന്നത്? Are we just living simply as a biological father? റീപ്രൊഡ്യൂസിംഗ് സെല്ല് ഡൊണേറ്റ് ചെയ്ത ഒരാളായിട്ട് മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? Are we living as one who has just donated a reproducing cell? ജനിപ്പിക്കുന്നവനല്ല, വളർത്തുന്നവനാണ് പിതാവ്. A father is one who does not just simply give birth, but is one who raises. സ്വർഗ്ഗസ്ഥനായ പിതാവിനെ പോലെ നമുക്ക് അതേ മാതൃകയിൽ ഒരു പിതാവായി ജീവിക്കാൻ, ഇനിയുള്ള കാലം ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. As God the Father, let us submit ourselves as fathers to live in that way.
പിതാവേ, എന്നെ ജനറസ് ആക്കണമേ. Father, make me generous. എന്നെ നഷ്ടപ്പെടുന്നത് തേടുന്ന, വെയിറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുവനായി എന്നെ തീർക്കണമേ. Father, make me to wait for that which is lost. ദൈവമേ, എന്നെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന, സ്നേഹം പരിധിയില്ലാതെ കൊടുക്കുന്ന ഒരാളായി എന്നെ തീർക്കണമേ. Father, make me to express and share of my love without limit. എൻ്റെ വീട്ടിൽ ദുഃഖമല്ല, നിരാശയല്ല, സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ, ആഘോഷിക്കുവാൻ, അതിൽ ലീഡർഷിപ്പ് കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. Help me to give leadership to celebrate the joy of the home. ഇടഞ്ഞു നിൽക്കുന്നവരെ, അകന്നു നിൽക്കുന്നവരെ അനുനയിപ്പിച്ച് സമാധാനം സൃഷ്ടിക്കുവാൻ എന്നെ സഹായിക്കണം. Help me to create peace within those that are distant and far away. അതിനായി ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. For that I submit, Lord. അങ്ങേ പോലെ Like you, ഞാനുമായി തീരട്ടെ. let me be also. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. Thank you for hearing my prayers. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. In Jesus' name I pray. ദൈവം നമ്മെ